സുഖത്തിന്റെയും സന്തോഷത്തിന്റെയും പാരമ്യത്തിൽ നിൽക്കുന്ന മനുഷ്യരുടെ ജീവിതത്തിലേക്ക് ഒരു മുന്നറിയിപ്പുമില്ലാതെ പൊടുന്നനെ കടന്നുവന്ന് എല്ലാം തകർത്തു കളയുന്ന ഒന്നാണ് മരണം. അത്തരത്തിലേറെ വേദനിപ്പിക്കുന്ന ഒരു മരണവാർത്തയായിരുന്നു കഴിഞ്ഞ ദിവസം തൃശൂരിൽ നിന്നും പുറത്തു വന്നത്. മാടായിക്കോണം ചെറാക്കുളം വീട്ടിൽ ഷാരോണിന്റെ ഭാര്യ ഹെന്ന എന്ന 28-കാരിയാണ് ഇന്നലെ പുലർച്ചെയോടുകൂടി മരണത്തിന് കീഴടങ്ങിയത്. കുറുവഞ്ചേരിയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ സൈക്കോളജിസ്റ്റായി ജോലി ചെയ്തു വരികയായിരുന്നു ഹെന്ന. 3 വയസ്സുകാരനായ പൊന്നുമോനെ തനിച്ചാക്കിയാണ് അമ്മ യാത്ര പറഞ്ഞത്. കുഞ്ഞിന് ഭക്ഷണം കൊടുക്കവേ പാമ്പ് കടിയേറ്റാണ് ഹെന്ന മരണപ്പെടുന്നത്. മഴക്കാലം പാമ്പുകളെ കൂടുതലായി കാണപ്പെടുന്ന ഒരു സമയം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള അപകടങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കാൻ നമ്മൾ സ്വീകരിക്കേണ്ട ചില മുൻകരുതലുകൾ കൂടി ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ചൊവ്വാഴ്ച രാത്രി 8 മണിയോടുകൂടിയായിരുന്നു സംഭവം നടക്കുന്നത്. വീടിന്റെ മുറ്റത്തേക്കുള്ള ചവിട്ടുപടിയിലിരുന്ന് 3 വയസ്സുള്ള കുഞ്ഞിന് ചോറ് കൊടുക്കുകയായിരുന്നു ഹെന്ന. ഹെന്ന ഇരിക്കുന്ന ഭാഗത്ത് വെളിച്ചം കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ പാമ്പ് താഴ്ഭാഗത്തുകൂടി ഇഴഞ്ഞു വന്നത് ഇവർ അറിഞ്ഞില്ല. ഇതിനിടെ അറിയാതെ യുവതി പാമ്പിനെ ചവിട്ടിയതോടുകൂടി കടിയേൽക്കുകയായിരുന്നു എന്നാണ് കരുതുന്നത്. കടിയേറ്റ ഉടൻ തന്നെ വിവരം വീട്ടുകാരെ അറിയിക്കുകയും തുടർന്ന് ഇരിങ്ങാലക്കുട സഹകരണ ആശുപത്രിയിലേക്ക് എത്തിക്കുകയുമായിരുന്നു. എന്നാൽ അവിടെ ചികിത്സയിൽ തുടരവെ ഇന്നലെ പുലർച്ചെയോടുകൂടി ഹൃദയാഘാതം വരികയും മരണം സംഭവിക്കുകയുമായിരുന്നു. മഴക്കാലമാകുമ്പോൾ പാമ്പുകൾ സാധാരണയായി പുറത്തിറങ്ങുന്നതിനും മനുഷ്യവാസമുള്ള സ്ഥലങ്ങളിലേക്ക് വരുന്നതിനുമുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഇതിന് പല കാരണങ്ങളുമുണ്ട്. അതിലൊന്ന് മാളങ്ങളിൽ വെള്ളം കയറുന്നതാണ്. അതുകൊണ്ട് തന്നെ പാമ്പുകൾക്ക് മാളങ്ങളിൽ തുടരാൻ സാധിക്കാതെ വരുന്നു. അതിനാലാണ് സുരക്ഷിതമായ വാസസ്ഥലങ്ങൾ തേടി പാമ്പുകൾ പുറത്തിറങ്ങുന്നത്. മറ്റൊന്ന് കാലാവസ്ഥയിലുണ്ടാകുന്ന വ്യതിയാനമാണ്. പാമ്പുകൾ ശീതരക്തമുള്ള ജീവികളാണ്. അതിനാൽ തന്നെ പാമ്പുകളുടെ ശരീരത്തിലെ താപനില അതിന്റെ ചുറ്റുപാടിനെ ആശ്രയിച്ചിരിക്കും. മഴക്കാലത്ത് അന്തരീക്ഷ താപനില കുറയുന്നതോടുകൂടി പാമ്പുകൾക്ക് അസ്വസ്ഥത അനുഭവപ്പെടുന്നു. അങ്ങനെയും പാമ്പുകൾ പുറത്തേക്കിറങ്ങുന്നു. പാമ്പുകൾക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ വീട്ടിലും പറമ്പിലും ഒഴിവാക്കുക എന്നതാണ് ഇതിനായി നമ്മൾ ആദ്യമായി ചെയ്യേണ്ടത്. പൊത്തുകൾ, മാളങ്ങൾ എന്നിവ വീട്ടുപരിസരത്തുണ്ടായാൽ ഇവ അടയ്ക്കാനായി പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കേണ്ടതും അത്യാവശ്യമാണ്. കരിയില, തടികൾ, ഓല, കല്ല്, കട്ട, പ്ലാസ്റ്റിക് വസ്തുക്കൾ എന്നിവ കൂടിക്കിടക്കുന്ന സ്ഥലങ്ങൾ പാമ്പുകൾക്ക് പ്രിയമുള്ള ഇടങ്ങളാണ്. ഇവയ്ക്കുള്ളിൽ പാമ്പുകൾ കയറിക്കിടന്നാലും പെട്ടെന്ന് അറിയാൻ സാധിക്കില്ല. വീടിന്റെ പരിസരത്തോ ജനലുകൾക്കരികിലോ ഇവ കൂട്ടിയിടരുത്. അതുപോലെ തന്നെ വീടിന്റെ പരിസരത്ത് വെള്ളം കെട്ടിക്കിടക്കാൻ അനുവദിക്കരുത്. വീടിന്റെ പരിസരത്ത് പട്ടിക്കൂടുകൾ, കോഴിക്കൂട് എന്നിവയുണ്ടെങ്കിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മുറ്റത്തുള്ള ചെടിച്ചട്ടികൾ ഈ സമയങ്ങളിൽ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യണം. അതുപോലെ തന്നെ വാഹനങ്ങൾ വീടിന് പുറത്ത് നിർത്തിയിടുന്നതിനാൽ പലപ്പോഴും വാഹനങ്ങളുടെ പല ഭാഗങ്ങളിലും ഇവ കയറിപ്പറ്റാറുണ്ട്. അതിനാൽ വാഹനങ്ങളുടെ അടിഭാഗമടക്കം പരിശോധിച്ച് ഉറപ്പുവരുത്തിയ ശേഷം മാത്രം എടുക്കാനായി ശ്രമിക്കുക. രാത്രികാലങ്ങളിൽ പുറത്തിറങ്ങുമ്പോൾ വെളിച്ചമുണ്ട് എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രം പുറത്തേക്കിറങ്ങുക. അതുപോലെ തന്നെ ഓരോ അടി നടക്കുമ്പോഴും വളരെയധികം ശ്രദ്ധിക്കുകയും വേണം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.